ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. 6 ആഴ്ച നീണ്ട നാടിളക്കിയ പ്രചാരണത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ 5:30-നാണ് പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചത്. പല ബൂത്തുകളിലും രാവിലെ തൊട്ട് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. മിക്ക ബൂത്തുകളിലും വലിയ ക്യൂ ആണ് പ്രകടമായിരിക്കുന്നത്. സംസ്ഥാനത്ത് പോളിംഗ് ഇതുവരെയും സമാധാനപരമാണ്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളും. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ജനവിധി തേടുന്നത്. സംസ്ഥാനത്ത് 2,70,49,159 വോട്ടർമാരാണ് ആകെയുള്ളത്. കൂടുതൽ വോട്ടർമാർ ഉള്ളത് മലപ്പുറം മണ്ഡലത്തിലാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കുറവുള്ളത്. കള്ളവോട്ടിന് ശ്രമമുണ്ടായാൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളവോട്ടിന് ശ്രമിച്ചാൽ അത്തരത്തിൽ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു നടപടി മുന്നറിയിപ്പായി തന്നെ കാണണമെന്നും തെരഞ്ഞെടുപ്പിന് കേരളം സുസജ്ജമെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും സഞ്ജയ് കൗൾ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. അതേസമയം തന്നെ സംസ്ഥാനത്താകെ 1800 പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകളുണ്ടെന്നാണ് വിലയിരുത്തൽ. സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്നലെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 60,000-ലേറെ പോലീസുകാരെയും 62 കമ്പനി കേന്ദ്രസേനയെയും സുരക്ഷയ്ക്കായി സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 7 ജില്ലകളിൽ പൂർണ്ണ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ നെഞ്ചിടിപ്പേറുന്നത് പ്രതിപക്ഷത്തിന് മാത്രമല്ല BJPക്കും കൂടിയാണ്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് നിലവിലെ ഭരണകക്ഷിയായ LDFനും പ്രതിപക്ഷമായ UDFനും കേന്ദ്രം ഭരിക്കുന്ന BJPക്കും വളരെ നിർണായകം തന്നെയാണ്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് ചെയ്യുവാനെത്തി. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മണപുള്ളിക്കാവ് LP സ്കൂളിൽ വോട്ട് ചെയ്തു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്യുവാൻ ആദ്യമെത്തിയത് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയായിരുന്നു. രാവിലെ 6:30-ഓടെയാണ് സുരേഷ് ഗോപി കുടുംബസമേതം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. മുക്കാട്ടുകര സെന്റ് ജോർജ് CLP സ്കൂളിലെ ബൂത്ത് നമ്പർ 115-ൽ ഭാര്യ രാധിക, ഭാര്യ മാധവ് ഇന്ദിര, മക്കളായ ഗോകുൽ, ഭാഗ്യ, മാധവ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തുവാൻ ഒപ്പമുണ്ടായിരുന്നു. തോമസ് ഐസക് വോട്ട് രേഖപ്പെടുത്തി. 2004-നോട് അടുത്ത വിജയം LDF നേടുമെന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ LDF വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കൂടി വിലയിരുത്തലാകുമെന്നും ഐസക് പറഞ്ഞു. പൊന്നാനിയിൽ UDFന് പൊന്നിൻ തിളക്കമുള്ള വിജയമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അബ്ദു സമദ് സമദാനി പ്രതികരിച്ചു. വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. രാവിലെ തന്നെ കാണുന്ന തിരക്ക് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 102 മണ്ഡലങ്ങളിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഒന്നിലധികം തെരഞ്ഞെടുപ്പ് തീയതികളുള്ള ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏപ്രിൽ 26-ന് കേരളത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് തീയതിയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് 88 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. കേരളത്തിന് പുറമേ തന്നെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്.